ആറാഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് റവന്യൂ സംഘം നടപടി സ്വീകരിച്ചത്. സബ് കളക്ടർ അരുൺ എസ് നായരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടികൾ. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പൂപ്പാറയിൽ നിരോധാജ്ഞ പുറപ്പെടുവിച്ചിരുന്നു. 2 ആരാധനാലയങ്ങളും 13 വീടുകളും കടകളും ഉൾപ്പെടെ ആകെ 56 അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെയാണ് നടപടി. വീടുകളിൽ താമസക്കാർക്ക് തുടരാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആരാധനാലയങ്ങളിൽ നോട്ടീസ് പതിച്ചെങ്കിലും സീൽ ചെയ്തില്ല. വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു. രണ്ട് ടൈപ്പ് കെട്ടിടങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്, വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും. വീടുകളിൽ താമസിക്കുന്നവർക്ക് നമ്മൾ താമസിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്, അവരെ ആരെയും ഒഴിപ്പിച്ചിട്ടില്ല. അത് ബാക്കി എല്ലാ കേസുകളിലും നമ്മുടെ സ്റ്റാൻഡ് അത് തന്നെയായിരുന്നു. കടകളിലുള്ളവർക്ക് നമ്മൾ ഓൾറെഡി പെരിഷബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പെട്ടെന്ന് നശിക്കുന്ന സാധനങ്ങൾ ഓൾറെഡി റിമൂവ് ചെയ്യാൻ ഇപ്പോൾ രാവിലെ മുതൽ സമയം കൊടുത്തിട്ടുണ്ട്. മെജോറിറ്റി കടകൾ അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി മാറ്റാനുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കടകൾ ഏറ്റെടുക്കുകയാണ്, സീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു അപേക്ഷ തന്ന് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുന്നു. നിർബന്ധിതമായി വേഗത്തിൽ ഒഴിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധവുമുണ്ടായി. ഇത് നേരിയ സംഘർഷത്തിനുമിടയാക്കി. 6 പേരെ അറസ്റ്റ് ചെയ്തു. പതിറ്റാണ്ടുകളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഒരാഴ്ച കഴിയുമ്പോൾ ഇലക്ഷൻ ഡിക്ലറേറ്റ് ചെയ്യും, പെരുമാറ്റച്ചട്ടം വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നേരം നടപടിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നടപടിയെടുക്കാമെന്നാണ്. സത്യത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഒരു മലയാളത്തിൽ എഴുതിയ ഒരു ഉത്തരവ് ഇന്ന് സാധാരണ കച്ചവടക്കാർക്ക് അവർ നൽകിയിട്ടില്ല. ഇന്ന ദിവസം ഇത്രയും ദിവസം കഴിയുമ്പോൾ ഒഴിഞ്ഞു മാറണം. 2-3 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന്, അതായത് വളരെ ക്രൂരമായ രീതിയിലാണ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സമീപനം ചെയ്തെന്ന് കച്ചവടക്കാരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ ചോദിക്കുന്ന ഡൊണേഷൻ കൊടുത്തില്ലെന്നും പറഞ്ഞ് അവരാണ് ഇതിന് കേസിന് പോയത്. നടപടികൾ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആരാധനാലയങ്ങളും വീടുകളും സംബന്ധിച്ച് സർക്കാർ തീരുമാനപ്രകാരമാവും തുടർ നടപടി. ബദൽ സംവിധാനമൊരുക്കാതെ വ്യാപാരികളെ ഒഴിപ്പിച്ചതിൽ വലിയ പ്രതിഷേധമാണ് പൂപ്പാറയിൽ കണ്ടത്. വരും ദിവസങ്ങളിൽ റവന്യൂ വകുപ്പ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടപടി കടുപ്പിക്കുമെന്ന സൂചന കൂടിയാണ് പൂപ്പാറയിലേത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.